അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഡേ ഇൻ മൈ ലൈഫാണേ. അപ്പോൾ രാവിലെ എണീച്ചപ്പോഴത്തേക്ക് അവിടെ എല്ലാം അലങ്കോലമായിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫ്രഷ് മൈൻഡ് വരട്ടെ എന്ന് പറഞ്ഞ് ഒന്ന് വൃത്തിയാക്കാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ബെഡ്ഷീറ്റെല്ലാം ഒതുക്കി വേറൊരു ബെഡ്ഷീറ്റൊന്നും വിരിക്കാനുള്ള ടൈമൊന്നും കിട്ടിയില്ല. ആ ബെഡ്ഷീറ്റ് തന്നെ വീണ്ടും വിരിച്ചു. ഞാനൊരു 1 വീക്ക് ആകുമ്പോഴാണ് ബെഡ്ഷീറ്റൊക്കെ ചേഞ്ച് ചെയ്യാറ്. പിന്നെ എൻ്റെ വീട്ടിലുള്ളതുപോലെ തന്നെ എനിക്കിവിടെയും രാവിലെ എണീച്ചിട്ട് ജനലൊക്കെ തുറന്ന് ഇങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ ഇവിടെയും ചെയ്യാറുണ്ട്. പിന്നെ ഇവിടെ ഒത്തിരി കൃഷിയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ പയർ വിപണിയിൽ കൊടുക്കാൻ വേണ്ടി പപ്പ രാവിലെ പറിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ നിങ്ങളൊരു കാര്യം കാണിച്ചു തരാം. ഇവിടെ കനാൽ വെള്ളം പോകുമ്പോൾ ഇവരുടെ വീടിൻ്റെ ഈ സൈഡിൽ കൂടെയും പോകുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ ഇറങ്ങിയപ്പോൾ അവിടെയിൽ കൂടെ ഒക്കെ പോകുന്നു. അതൊക്കെ കണ്ട് കുറച്ച് നേരം ഞാൻ അവിടെ നിന്നു. പിന്നെ നമുക്കിന്ന് ഇൻറ്റേൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് സിവിൽ സ്റ്റേഷനിൽ രജിസ്ട്രേഷൻ ഓഫീസിൽ പോകണം. അതുകൊണ്ട് നമ്മൾ വേഗം തന്നെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ചേട്ടനോട് ഉള്ളതുകൊണ്ട് കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. പിന്നെ വണ്ടിയിൽ നിന്ന് വഴക്കുണ്ടാക്കിയപ്പോൾ എനിക്കൊരു ഡയറി ബുക്കൊക്കെ വാങ്ങി തന്നേ. പാവ എൻ്റെ ചേട്ടൻ പറയുന്നുണ്ട്, ഇനിമേലെ നിനക്ക് വാങ്ങി തരത്തില്ല, വണ്ണം വെക്കുക, അങ്ങനെ ഇങ്ങനെ തേങ്ങ മാങ്ങിയെന്നൊക്കെ പറയുന്നുണ്ട്. എവിടെ ഞാൻ ഇനിയും വാങ്ങിപ്പിക്കത്തില്ലേ. അതിന് ശേഷം നമ്മൾ അവിടെ ചെന്നിട്ടുണ്ട്. അവിടെ ചെന്നപ്പോഴാണ് അവിടെയുള്ള സാറന്മാരെല്ലാം മീറ്റിങ്ങിന് പോയതുകൊണ്ട് നമുക്ക് അവിടെ ചുമ്മാ ഇരുന്നാൽ മതിയായിരുന്നു. ചുമ്മാ ഇരിക്കാനല്ല, റെക്കോർഡൊക്കെ എഴുതണമായിരുന്നു. ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ ഇതൊക്കെ ഒരു മെമ്മറബിൾ ആകുമെന്നും ഈ 1 മാസം കൂടെ കഴിയുമ്പോൾ ഇവരെയൊന്നും കാണാൻ പറ്റത്തില്ലെന്നും പിന്നീട് എനിക്കിതൊക്കെ കാണുമ്പോൾ ഇവരെയൊക്കെ ഓർമ്മ വരുമെന്നും ഇനി ഒരിക്കലും കാണാൻ പറ്റത്ത് പോലും ഇല്ലെന്നും എനിക്കിതൊക്കെ ഒരു മൈൻഡിലൊക്കെ വരികയാണ്. സത്യം പറഞ്ഞാൽ ഇവരൊന്നും ഇനി കാണുകയോ എടുക്കുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. നമ്മൾ ഈ ഒരു 1 ഇയർ കോഴ്സായിരുന്നെങ്കിൽ 1 ഇയറല്ല 10 മന്ത് കോഴ്സാണെങ്കിലും ഇവരായിട്ടൊക്കെ നല്ലൊരു ഫാമിലി പോലെ നല്ല ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇനി തീരാൻ പോവുകയാണല്ലോ. ഇതൊക്കെ ഇനി ഒരു വീഡിയോയിലൂടെയൊക്കെ കാണേണ്ടി വരുമല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ എന്തൊക്കെയോ ഒരു ഫീലിങ്. അതിനുവേണ്ടിയാണ് ഞാൻ ഇവരൊക്കെ ഉള്ള ടൈമിൽ വീഡിയോസൊക്കെ എടുത്തിങ്ങനെ വെക്കുന്നത്. അതുതന്നെയല്ല, എൻ്റെ കോളേജ് ലൈഫ് ഇവിടെ തീരുകയാണ്. ഇനി ഇങ്ങനൊരു കോളേജ് ലൈഫ് ഉണ്ടാകുമെന്നൊന്നും എനിക്കറിയത്തില്ല. നമുക്കിപ്പം റെക്കോർഡൊക്കെ എഴുതിക്കൊണ്ടിരിക്കണം. മഞ്ജിമ ആരാണ്ടെയൊക്കെ വിളിച്ച് എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ റെക്കോർഡൊക്കെ എഴുതാൻ തുടങ്ങി. പിന്നെ നമുക്ക് ചേർത്തലയിലെ കൂട്ടുകാരെയും കിട്ടിയായിരുന്നു. അതൊക്കെ എനിക്ക് ശരിക്കും മിസ് ചെയ്യുന്നു അവരെയൊക്കെ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അവിടെ ചെന്നപ്പോൾ ജസ്റ്റ് മിണ്ടി പിന്നെ അത് ഭയങ്കര ഫ്രണ്ട്ഷിപ്പായി. 15 ദിവസത്തെ ബന്ധമുള്ളെങ്കിലും ഇപ്പോൾ അവർ തന്നെ നല്ല കൂട്ടുകാരാണ്. ഞാൻ അവരെയൊക്കെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അവരെ എനിക്ക് കാണാമല്ലോ. ഇതാണ് ചേർത്തലയിലെ പിള്ളേരും ഉണ്ട്, ഞങ്ങളുടെ ക്ലാസ്സിലെ 2 പിള്ളേരും ഉണ്ട്. ഈ 5 പേര് ഞങ്ങളുടെ അല്ല അവിടുത്തെയാണ്, ചേർത്തലയിലെയാണ്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഭയങ്കര കോമഡി പറച്ചിലും കാര്യങ്ങളും ഈ 15 ദിവസം നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫീൽഡ് വർക്കിന് പോയപ്പോൾ അത് 10 ദിവസം വരെയൊക്കെ മിസ് ചെയ്തു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി എടുത്തു. ഞങ്ങളുടെ കൂട്ടത്തിലെ പിള്ളേരൊക്കെ താഴെ ഫുഡ് എടുക്കാൻ പോയിക്കുമായിരുന്നു. അതുകൊണ്ട് അവരെ വെയിറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാനും മജീബും കൂടെ എനിക്ക് ഫോട്ടോ എടുക്കാനുണ്ട്. അതൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയി. അതിനുശേഷം നമ്മൾ വന്നപ്പോൾ ഇവരാരെയും കാണുന്നില്ല. താഴെ വന്നപ്പോൾ ആണെങ്കിൽ ഇവരെല്ലാവരും ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഴ്ചയുടെ ചിലവായിരുന്നു. പിന്നെ ആഴ്ച ഞങ്ങൾക്കും ഐസ്ക്രീം വാങ്ങി തന്നു. മാംഗോ ബാറായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീണ്ടും അവിടെ പോയിട്ട് പിന്നെ തിരിച്ച് വീട്ടിലൊക്കെ പോയി ചെന്നതിന് ശേഷം ചേട്ടൻ്റെ കൂടെ വെളിയിൽ പോയായിരുന്നു. നമ്മൾ വീണ്ടും അൽഫാം കഴിച്ചു. ഇത് കായംകുളത്തെ ഒരു കടയിൽ നിന്നാണ് കഴിച്ചത്. അതിൻ്റെ അൽഫാമൊക്കെ വൻ ഫ്ലോപ്പായിരുന്നു. പിന്നെ അത് കഴിച്ചിട്ട് നമ്മൾ വീട്ടിൽ വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ബേബി സീ യു.